അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഗുഡ് മോർണിംഗ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ഇഖ്റ ട്രസ്റ്റ് ചെയർമാൻ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ സാഹിബ് അവർകളെ, പ്രിൻസിപ്പാൾ ഷഫീഖ് വാഖ്ഫി അവർകളെ, തൻസീഹുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി തെക്കരകത്ത് കരീം ഹാജി, PTA ഉപാധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് സാഹിബ്, വൈസ് പ്രിൻസിപ്പാൾ പ്രിയപ്പെട്ട ജിജി മേഡം, HM റഹീല മേഡം, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ആഘോഷ ചടങ്ങുകൾ വർണ്ണ ശബളിമയും മനോഹാരിതവുമാക്കി മാറ്റിയ ഈ ചടങ്ങ് പോലും പ്രൗഢമാക്കുന്നതിൽ ഏറെ അത്യധ്വാനം ചെയ്ത ബഹുമാന്യനായ അധ്യക്ഷൻ പറഞ്ഞതുപോലെ അക്ഷീണ പ്രയത്നം നടത്തിയ പ്രിയപ്പെട്ട അധ്യാപകരെ മുക്തകണ്ഠം ഞാൻ അഭിനന്ദിക്കുകയാണ്. 1.5 നൂറ്റാണ്ട് കാലം പാരതന്ത്രത്തിൻ്റെ കയ്പുനീർ കുടിച്ചുകൊണ്ടിരുന്ന ഭാരത ജന്മഭൂമിക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ മധുചഷകം നുകരാൻ ത്യാഗത്തിൻ്റെ തീച്ചൂളയിൽ സ്വന്തം ജീവൻ ആത്മാഹൂതി ചെയ്ത ധീരരക്തസാക്ഷികളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. സ്വാതന്ത്ര്യമെന്ന ഈ മധു നുകരാൻ നമ്മുടെ പൂർവികർക്ക് നേരിടേണ്ടി വന്ന ത്യാഗത്തിൻ്റെ സ്മരണകൾ, ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കരുത്തേകേണ്ടതാണ്. അനൈക്യത്തിലും പൊരുത്തക്കേടിലും കഴിഞ്ഞിരുന്ന ഭാരത രാജാക്കന്മാർ തങ്ങളുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ വിദേശികളെ ഉപയോഗിച്ചു. തൻ്റെ രാജ്യത്തിലെ ശത്രുവിൻ്റെ പരാജയത്തിൽ ആനന്ദം കണ്ട ചക്രവർത്തിമാർക്ക് തങ്ങളും ഭാവിയിൽ ഇവന്മാരുടെ ചവിട്ടേറ്റ് പിടഞ്ഞ് മരിക്കേണ്ടവരാണെന്ന് ചിന്തിക്കുവാനുള്ള ചൂള ഉണ്ടാകാതെ പോയതാണ് അക്ഷരാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ നമ്മെ ഭരിക്കുവാൻ കാരണമാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1857 ശിപ്പായി ലഹള തൊട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വാഞ്ച ഇന്ത്യൻ മനസ്സുകളിൽ ശക്തിയായി ആഞ്ഞടിച്ചു. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലെത്തിയ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ മുന്നോട്ട് വന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങൾ ഒട്ടേറെ അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഇവിടെ വിവരിക്കുകയുണ്ടായി. പലതരത്തിലുള്ള അഹിംസാ രീതിയിലൂടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉടലെടുത്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഉൾപ്പെടെ, ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെ, എത്രത്തോളം 1921 മലബാർ കലാപങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ സമരങ്ങളിലൂടെ, ജീവമരണ പോരാട്ടങ്ങളിലൂടെ നാം നേടിയെടുത്തതാണ് ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യം. നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട ഒരു ഭാരതമുണ്ട്, അവർ കണ്ട ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ ഭാരതം ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആക്കണമെന്ന അവരുടെ ആ സ്വപ്നത്തെ സഫലമാക്കാൻ നാളെയുടെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കാണ് അതിനുള്ള അവസരങ്ങളുള്ളത്. തീർച്ചയായും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളാണ് നാളെ ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണയിക്കേണ്ടവർ.
നാളെ ഭാവിയിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും സയൻറ്റിസ്റ്റുകളും അങ്ങനെ രാജ്യത്തിൻ്റെ നിയമവിദഗ്ധരും നിയമജ്ഞരും ഭരണസിരാ കേന്ദ്രങ്ങളിൽ രാഷ്ട്രത്തെ നയിക്കേണ്ടവരും നിങ്ങളാണ്. അതുകൊണ്ട് നാളെയുടെ ഭാവി ഭാസുരമാകുവാൻ ഇന്നേ നിങ്ങൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. നല്ലവരായ മിടുക്കരായ പഠനത്തിലൊക്കെ മുൻപന്തിയിലായിട്ടുള്ള വിദ്യാർത്ഥികളായി ഫോക്കസിൻ്റെ മക്കൾ വളർന്നു വരണം. തീർച്ചയായും അത്തരത്തിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് അങ്ങനെ ഉയരാൻ നാഥൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ നിങ്ങൾ ആവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു.